ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഇപ്പോൾ രാവിലെ 5:30 വരെ. ഇന്ന് ഡേ 4. അപ്പോൾ ഇന്ന് എന്താ ബെൻതോട്ടയിലോട്ട് പോകണേണ്. ഇവിടെ നിന്ന് 6 മണിക്കൂറുണ്ട്. അപ്പോൾ ഇപ്പോൾ 5 മണിക്ക് ഇറങ്ങാൻ പറഞ്ഞതാണ്. ഞങ്ങൾ വെരി പങ്ക്ച്വലായതുകൊണ്ട് ഇപ്പോൾ 5:30. ഞങ്ങൾ 5:30 ഇറങ്ങാൻ പോകുന്നു. ഓക്കെ, ഓർക്ക ചെയ്യണമെന്ന് നല്ല തണുപ്പുണ്ട്. ഇവിടെ നല്ല തണുപ്പ്. നമ്മുടെ മൂന്നാർ കൊടൈക്കനാൽ മൂന്നാറത്തില്ല, കൊടൈക്കനാൽ നല്ല തണുപ്പുണ്ട് ഇവിടെ. അപ്പോൾ ശരി, അപ്പോൾ ബാക്കി കാഴ്ചകൾ പിന്നെ. ഇതാണ് ഗൈസ് ഇപ്പോഴത്തെ അവസ്ഥ. രാവിലെ 5:30 മിസ്റ്റി മോർണിംഗ്സ്. ഗൈസ്, ഞങ്ങൾ ബെൻതോട്ട എത്തിയിരിക്കണം. ഞങ്ങൾ കൊണ്ടവേ കുറേ റെസ്റ്റൊക്കെ എടുത്തു, ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ ഇവിടെ ഇപ്പോൾ മൂൺ സ്റ്റോൺ മൈൽ വിസിറ്റ് ചെയ്യാനാണ് വന്നേക്കണം. ഇപ്പം ഞങ്ങളിവിടെ ഒരു ഗൈഡുണ്ട്. കണ്ടില്ലേ, മൂൺ സ്റ്റോൺ മൈൽ. നമുക്ക് പോയി നോക്കാം, എന്താണെന്ന് നോക്കാം. ചേട്ടൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കണേണ് എന്തൊക്കെയാ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജെം സ്റ്റോൺസ്, മൂൺ സ്റ്റോൺ എന്തുവാ, അതൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കണേന്. അപ്പം മൂൺ സ്റ്റോൺ മൈനിങ് കാണാൻ പോണ സ്ഥലത്തിന് മുൻപേ നമുക്ക് ഈ കറുവാപ്പട്ടയുടെ എണ്ണ, അതായത് സിനമൺ ഓയിൽ ഉണ്ടാക്കുന്ന ഒരു ഡിസ്റ്റിലറി നമുക്ക് കണ്ടിട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണിത്. അപ്പോൾ ഇതാണ് ഡിസ്റ്റിലേഷൻ ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഈ കറുവാപ്പട്ടയുടെ ഇല ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഡിസ്റ്റിലൊക്കെ ചെയ്ത് എണ്ണയും വെള്ളമായിട്ടൊക്കെ വേർതിരിക്കുന്നത്. അപ്പോൾ ഈ ബെൻതോട്ട എന്നുള്ളൊരു ഗ്രാമം ഈ സിനിമന് ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് സോഴ്സ് ചെയ്ത സിനിമൺസൊക്കെയാണ് ഇവിടെ ഡിസ്റ്റിൽ ചെയ്ത് ഓയിലും പൗഡറും ഒക്കെ ആക്കി ഇവിടെ നിന്ന് വിൽക്കുന്നത്. And sometimes nose block or ulcers or nerves, get the boiled water put to the ഗായ്സ്. അപ്പം ഞങ്ങളും ഒരു സിനമൺ ഓയിൽ മേടിച്ചിരിക്കണം ഗായ്സ്. ഇവർ പറയണ തലവേദന, പിന്നെ മൂക്കടപ്പ്, സൈനസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്താൽ നല്ല റിലീഫ് കിട്ടുന്ന നല്ല മണം, നല്ല ഇങ്ങനെ സ്ട്രോങ് മണം. ആ ചേട്ടൻ ഇങ്ങനെ കയ്യിലിടാൻ ഇട്ട് മണിപ്പിക്കാൻ തന്നപ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു റിലാക്സ് സ്മെല്ല്. ഇനി ഞങ്ങൾ മൈൻ കാണാൻ പോകുന്നത് മൂൺ സ്റ്റോൺ മൈൻ. അപ്പോൾ ഇതാണ് മൂൺ സ്റ്റോൺ മൈനിങ്. അപ്പോൾ ഇത് 18 മീറ്റർ ഡീപ്പാണിത്. ഓക്കെ, അണ്ടർഗ്രൗണ്ടിലോട്ട്. അപ്പോൾ ആ കാണുന്ന വെളിച്ചം മാത്രമേ ഉള്ളൂ ആ മൈനിങ് ചെയ്യുന്ന സ്ഥലത്തുള്ള ലൈറ്റ് സോഴ്സ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ 3 ആൾക്കാരിരുന്ന് ഇപ്പോൾ കറൻ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ ഗൈഡ് ഇങ്ങനെ മൈനിങ് ചെയ്തെടുക്കണം, അതൊക്കെ കാര്യങ്ങൾ പറയണേ. അപ്പോൾ അടിയിൽ നിന്ന് ചെളി വാരി 3 പേര് ഇങ്ങനെ ചെളി വാരി പൊക്കത്തോണ്ടുകൊണ്ട് ഇങ്ങനെ വലിച്ച് കൊണ്ടുവരും പൊക്കത്തോട്ട്. എന്നിട്ട് ആ ചെളി കഴുകിയിട്ടാണ് മൂൺ സ്റ്റോൺ നമ്മൾ കണ്ടുപിടിക്കണത്. അപ്പോൾ ഈ കഴുകണ വെള്ളം എവിടെ നിന്നാണ് വന്നതെന്ന് വെച്ചാൽ ഈ മൈനിങ് ചെയ്യുന്ന സ്ഥലത്ത് കുഴിക്കുമല്ലോ ഭൂമിയുടെ ഉള്ളിലോട്ട്. അപ്പോൾ അവിടെ നിന്ന് ഉണ്ടാവണ വെള്ളം തന്നെയാണ് ഈ കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളവും. അപ്പോൾ ഇത് കുടിക്കാനൊന്നും പറ്റില്ല, ഭയങ്കര ഉപ്പായിരിക്കും. എന്നിട്ട് ഇങ്ങനെ കഴുകി നമുക്കിങ്ങനെ കല്ലുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാണ് മൂൺ സ്റ്റോൺ, ഏതാണ് മൂൺ സ്റ്റോൺ അല്ലാത്തത് എന്നുള്ളതൊക്കെ.
അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് ശരിക്കും മൂൺ സ്റ്റോൺ. ഓക്കെ, അപ്പോൾ ഒരു റെയിൻബോ ഷെയ്ഡൊക്കെ ഉണ്ടാവും ഈ മൂൺ സ്റ്റോണിന്. അപ്പോൾ ഈ മൂൺ സ്റ്റോൺ എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഒരു ജെം സ്റ്റോൺ ആണ്. പക്ഷേ അത് ആർക്ക് വേണമെങ്കിലും ഏത് സോഡിയക് സൈഡ് ആണെങ്കിലും ഉപയോഗിക്കാം നമുക്കത്. ഇനി നമ്മൾ കട്ടിങ്ങും പോളിഷും ചെയ്യണ മൂൺ സ്റ്റോൺസ് ഉണ്ടല്ലോ, അത് കട്ടിങ്ങും പോളിഷും ചെയ്യാൻ പോകുന്ന സ്ഥലം ഇപ്പോൾ കാണാൻ പോവാണ്. Now you can see the cutting. Cutting purpose we use this plate we call industrial diamond plate. Please come and see. Industrial diamond plate. Cutting purpose here. And this is I told you balsa. Balsa trees, balsa. This is the wood we are used for polishing. Oh, wood. Oh, okay. Polishing. And here you can see some. Now you can see here finishing one, blue and white color. Okay. Yeah. But if they take out from the wax, then you can see a nice color. അപ്പോൾ ഇതെല്ലാം ഈ സ്ഥലത്ത് നിന്ന് കണ്ടുപിടിച്ച മൂൺ സ്റ്റോൺസിൻ്റെ വെറൈറ്റീസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് പല വിധമുണ്ട്, പല റേറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തുടങ്ങുന്നത് ഏകദേശം ഇന്ത്യൻ രൂപ ഒരു 5000 ആ ഒരു റേറ്റിലൊക്കെയാണ് തുടങ്ങുന്നത്. അത് ചെറിയൊരു സ്മോൾ പെൻഡൻറ്റിന്. പിന്നെ വില 5000 നിന്ന് നേരെ 10000 20,000 അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇവരുടെ കളക്ഷൻസാണ് ഇതെല്ലാം. Hello guys. അപ്പോൾ ഞങ്ങൾ എന്താണ് Turtle hatchery. സ്റ്റോൺ മ്യൂസിയം കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ Turtle hatchery. അതെ. ഞങ്ങളുടെ ബാക്കിൽ കണ്ടോ ഗൈസ്, കണ്ടോ? അതിന്റെ വായി കൂടെ കയറിയിട്ട് വേണം ടർട്ടിൽ ഹാച്ചറിയിലോട്ട് പോകാൻ. Hey guys. ഞങ്ങൾ വായിക്കൂടെ കയറി. ഇതൊരു മേമയുടെ കുറിപ്പുണ്ട്, ഒരു ഞണ്ട്. ഇത് കണ്ടിട്ട് ഇവക്ക് ചൊറിച്ചിൽ അപ്പം തന്നെ വന്നാ ഇവള് പറയണത് അല്ലേ? എനിക്ക് ഞണ്ട് അലർജിയാണ് ഗൈസ്. താഴെയുള്ളതാണ് ഞങ്ങളുടെ കാർ. യെസ്, ഹോണ്ട ഷട്ടിൽ. കണ്ടിട്ട് വന്നാലോ? Yeah, come on. ലെറ്റ്സ് ഗോ. Come on. കൊള്ളാല്ലേ ടർട്ടിൽ? കൊള്ളാം, നല്ല രസമുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് ടർട്ടിൽ ഹാച്ചറി. This is our black tip reef shark by big brown thing like a stone one. It's a balloon starfish. Look like a rock, but someone call it cushion starfish because they are skin very soft like a cushion. These are the lobsters. They are a tiger lobster. Why we call it tiger lobster? Tiger. Stick they have tail very poisonous. You know poisonous part? Yeah, tail tip. No. You can see ma'am, a hash color thing like a needle on the tail. On the tail. That's the poisonous. These are the reef fish, coral fish, but different kind. You can see look like a snake. ഇനിയാണ് നമ്മൾ ടേർട്ടിൽ ഹാച്ചറിയിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇവിടെ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ട സംഭവങ്ങളുണ്ടല്ലോ എന്നുവെച്ചാൽ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നതാണ്. ഈ പരിക്ക് പറ്റിയ ഇതൊക്കെ ഉണ്ടല്ലോ ഫിഷുകൾ, അവരൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണ സ്ഥലമാണിത്. Ma'am, welcome to Sri Lanka Ungala Sea Turtle Conservation Center. So ma'am, there are 7 types of turtle in the world, but Sri Lankan have 5 types of turtle. The Sri Lankan turtle, olive red turtle, green turtle, hawksbill turtle, loggerhead turtle, and leatherback turtle. You can see actual size leatherback turtle, actual body size. Maximum size 2 meter, maximum weight 960. This is a real turtle egg. From the green turtle eggs, all are expired, not babies. So ma'am, turtle egg not same chicken egg because very soft, like a marshmallow. You know marshmallow? Yeah. Like that. And this is our main part, catching area place. Romancer, villagers and fishermen collect to the eggs and eat they buy them. Half meter buried turtle. Half meter buried turtle. അപ്പോൾ ഇത് കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു ടേർട്ടിൽസ്. അപ്പോൾ ഇവർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവർ ഈ എഗ്സൊക്കെ കളക്ട് ചെയ്തിട്ട് ഇവർ ഹാച്ചറിയിലോട്ട് കൊണ്ടുവന്നിട്ട് ഈ എഗ്ഗ് ഹാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞു കുഞ്ഞു ടേർട്ടിൽസ് കണ്ണ് തുറക്കൂലേ, അതായത് ഒരു 2 days ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇവർ കണ്ണ് തുറക്കണത്. അത് കഴിഞ്ഞിട്ട് ഇവർ ഈ എല്ലാ ടേർട്ടിൽസിനെ ഇവർ തിരിച്ച് ഓഷനിലോട്ട് തന്നെ വിടും.
ധാരാടാ. No, what's the turtle male female difference? No idea? No. No idea? Male have long tail. Male have long tail, short tail have female. That's the male female difference. They code in accident to buy nylon net, but different kind of medical shoes. Sometimes color change is. Hawksbill, and all are very healthy but never least because this one very rarest and very expensive varieties, ma'am. You know, ma'am, so Hawksbill turtle sell black market price $1 million. $1 million. Yeah, because branded product like sunglasses, frame, handbags, jewelries, necklace, hair With clips. this shell. Yeah, hair clips, any item made by Chinese or Japanese. This albino. You know, ma'am, sir, albino very special. This is 1 in a million. But it's albino genetic disorder, genetic mutation disorder. Very rare stock. This one never released because too common. ഞങ്ങളപ്പോൾ ടേർട്ടിൽ ഹാച്ചറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് റൂമിലോട്ട് പോണ വഴി ഞങ്ങളൊരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ കണ്ടു. ഒരു വലിയ ബുദ്ധ സ്റ്റാച്ചു ഒക്കെ ഉള്ള ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ. അപ്പോൾ പിന്നെ ആ ടെമ്പിളും കൂടി കണ്ടിട്ട് ഹോട്ടലിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആ ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ പോയി. ഇതാണ് നമ്മുടെ ബുദ്ധ ടെമ്പിൾ. അടുത്തുള്ളൊരു ബുദ്ധ പ്രതിമ. പിന്നെ ഇവിടെ ഒരു എന്തോ സംഭവമുണ്ട്, അവിടെ പോയി കണ്ടിട്ടില്ല, കാണണം. ഓക്കെ, ഇനി അവിടെ തെറ്റാണ്. അതെ അതെ ഗൈസ്, ഇതാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ എല്ലാം ഇവരുടെ ഭാഷയിലാണ്. ആരാ എന്താന്നൊക്കെ നമുക്കറിയാൻ പാടില്ല. എന്തൊരു മണി പോലത്തെ ഒരു സംഭവമുണ്ട്. പക്ഷെ ഒന്നും എഴുതി വെച്ചിട്ടുമില്ല. എഴുതി വെച്ചേക്കണതൊക്കെ ഇവരുടെ ഭാഷയിലാണ്. അപ്പുറത്തെ സൈഡിലും അതേപോലെ ഒരു മണിയും എന്തോ ഒരു വിഗ്രഹമുണ്ട്. തോന്നുന്നു ബുദ്ധൻ്റെ ഹിസ്റ്ററി ആയിട്ട് ഈ ബിൽഡിംഗ് മൊത്തം ഇതാണ്, പെയിൻറ്റിങ്സ് ഒന്നും തന്നെ. പിന്നെ ഈ ബിൽഡിംഗ് ആണ് കേട്ടോ നമ്മുടെ മറ്റേ ആ വലിയ പ്രതിമയുടെ അടിയിൽ ആണ് ഒരു 3 നില കെട്ടിടത്തിൻ്റെ ഇതിലാണ് നമുക്ക് പെയിൻറ്റിങ് എല്ലാം വരുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഈ ദീപം കത്തിക്കാനുള്ളതെല്ലാം ഒക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ബുദ്ധൻ്റെ ഓരോരോ ഇതൊക്കെ പ്രതിമകൾ, ആമ്പൽപ്പൂക്കൾ, അങ്ങനെ. ഇതാണ് മെയിൻ എൻട്രൻസ് തോന്നുന്നു. നല്ല ഭംഗിയായിട്ട് അവരെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് എൻട്രൻസ്. നമുക്ക് ടെമ്പിളിലോട്ട് എൻട്രി ആവാം. ഇതാണിപ്പോൾ ബുദ്ധിസ്റ്റ് ടെമ്പിളാട്ടെ. കണ്ടാലൊരു വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയൊന്നും അല്ല അവിടെ ഇവിടെ. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ട് നടക്കുന്നത് കണ്ടാലൊരു പള്ളി പോലെ ഇരിക്കും അല്ലേ? പക്ഷേ അതെ, അത് കൊച്ചുകരയാണ് എൻ്റെ. പക്ഷേ ഇതുവരെ നല്ല സൈലൻ്റ് ആയിരുന്നു അവിടെ. ഇതാണ് ഇപ്പോൾ ടെമ്പിൾ. നൈസ്, പീസ്ഫുള്ളാണ് സംഭവം. പോവാം. അപ്പോൾ തിരിച്ചിനി ഹോട്ടലിൽ ആണ് ഈ സംഭവം. അവിടെ ഒന്നും കൂടി ഉണ്ട് കേട്ടോ, നോക്കട്ടെ. ഇത്
ബുദ്ധൻ്റെ ഒരു പ്രതിമ. ഈ ചന്ദനത്തിരി ഉണ്ടല്ലോ നല്ല മണമാണ്, നല്ലൊരു പീസ്ഫുൾ വൈബ് തന്നെ ഒരു മണം അല്ലേ? അതെ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ഹോട്ടലിലോട്ടാണ്. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ റിസോർട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എവിടെ പോകണമെന്ന് വെച്ചാൽ ഇപ്പോൾ ബീച്ചിലോട്ടാണ് പോണത് റിസോർട്ടിൽ നിന്ന്. അപ്പോൾ റിസോർട്ട് നമ്മുടെ വരുന്നത് അവിടെയാണ്. അപ്പോൾ അതെ, അപ്പോൾ ഇവിടെ നിന്നിട്ട് ഒരു ബോട്ട് വരും, ബോട്ടിൽ നിന്നാണ് നമ്മൾ ബീച്ചിലോട്ട് പോകുന്നത്. അപ്പോൾ ഇത് റിവറാണ് ബെൻറ്റോട്ട, അവിടെയാണ് നമ്മൾ റിസോർട്ട് പോകുന്നത്. ഈ ചേട്ടനാണ് നമ്മുടെ ക്യാപ്റ്റൻ. മോളിൽ കണ്ട നമ്മുടെ സ്ഥിരം എന്തായാലും പറയാം പാരാഗ്ലൈഡിങ് അല്ലേ? അതെ, ഇതാണ് നമ്മുടെ സംഭവം. ഇത് നമ്മുടെ റിസോർട്ട് കേട്ടോ. അയാളെ നമ്മളെ ആക്കി ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നടന്ന് ഈ വഴി പോകണം. അവിടെ കുറേ ആക്ടിവിറ്റീസ് നടക്കുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് 2 മിനിറ്റ് നടത്തുമല്ലേ? 2 മിനിറ്റ് നടത്തുള്ളൂ. അപ്പോൾ നടന്ന് ഗൈസ് ബീച്ചെത്തി ഗൈസ്. യെപ്പ്, കൊള്ളാം. നല്ല പൊടി പോലത്തെ മണ്ണ്. ഇപ്പോൾ സമയം 5 മണി. 6 മണിക്ക് മുന്നേ നമ്മൾ അങ്ങോട്ട് പോകണമെന്നാണ് പറഞ്ഞത്. കാരണം എന്താ അറിയോ, ഇപ്പോൾ നമ്മൾ നിന്ന സ്ഥലമുണ്ടല്ലോ, ഇറക്കിയ സ്ഥലം, അവിടെ ഇരുട്ടാവും. അപ്പോൾ തിരിച്ച് റിവറും കിടന്ന് റിസോർട്ടിൽ പോകണമെങ്കിൽ ഈ കരക്ക് നിന്ന് കൈവക്കി കാണിച്ചാലേ വരുള്ളൂ. അപ്പോൾ രാത്രി ഇരുട്ടൊക്കെ ആണെങ്കിൽ അവർ കാണൂല. അതുകൊണ്ടിട്ട് അങ്ങനെ പറഞ്ഞേ. ഞങ്ങൾ ബീച്ച് വിസിറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിവിടെ എത്തിയിരിക്കണം. ഇനി കൈ കൊട്ടി അപ്പുറത്തെ ചേട്ടനെ വിളിക്കണം. കൈ കൊട്ടക്ക് കണ്ട എൻ്റെ റെഡ് ഉടുപ്പുണ്ട് ഇതായിരിക്കും. അല്ല, ചേട്ടൻ പറഞ്ഞത് 5:45 വന്നുവെന്ന്. യെസ്, ചേട്ടൻ ഈസ് കമ്മിങ് ടു അവർ റെസ്ക്യൂ. നമുക്കിനി നമ്മുടെ റിസോർട്ടിലോട്ട് തിരിച്ചു പോകാം ഗായ്സ്. ഞങ്ങളുടെ ബോട്ട് വന്നിരിക്കണം ഗായ്സ്. ഞങ്ങൾ ബോട്ടിൽ കയറാം. ബോട്ടിൽ കയറി നമ്മൾ റിസോർട്ടിലോട്ട് പോകുകയാണ് ഗായ്സ്. ഞങ്ങൾ ബീച്ച് വിസിറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നർ അയച്ചത് അന്ന് നമ്മൾ സ്റ്റേ ചെയ്ത റിസോർട്ടിൽ നിന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു ഞങ്ങളുടെ Day 4. സോ ലൈക്ക്, ഷെയർ and subscribe. Thank you. Guys.